2022 എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ PTM ടീച്ചറാണ്. 2022 തൂത സ്കൂളിൽ ഒരു എക്സാം ഡ്യൂട്ടിക്കിടയിലാണ് എനിക്കിങ്ങനെ ഒരു ഡിസ്കിന് പ്രശ്നം വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തോ സംഭവിക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അന്ന് നോമ്പ് 10 രാത്രി വീട്ടിൽ വന്നപ്പോൾ കാലൊന്നിച്ചങ്ങോട്ട് കുഴയണ പോലെയാണ് എനിക്ക് ഫസ്റ്റ് അനുഭവപ്പെട്ടത്. പിന്നെ ഞാൻ എത്രയായാലും രാത്രി അത്താഴത്തിന് ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാൻ എനിക്ക് കിച്ചണിലേക്ക് ഒരു അടി നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു 10 ദിവസം മുമ്പ് എനിക്കൊരു തേങ്ങ പൊക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ഉളുക്ക് വന്നിരുന്നു. അന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല, കാരണം പോഷൻ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഡിസ്ക് അന്ന് രാവിലെ സംഭവിച്ച് ഒരു പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി കാത്ത് നിൽക്കേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് പോകുക എന്ന് പറഞ്ഞ് 6:45 പെരിന്തൽമണ്ണ ഞങ്ങൾ അബ്ദുള്ള ഡോക്ടറിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്നെ ഇതിൽ നിന്ന് ഇറക്കാനും പറ്റുന്നില്ല, ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ ഒരു കുറച്ച് സമയം കൊണ്ട് എനിക്ക് സംഭവിച്ചത്. അവിടെ എത്തി ഡോക്ടർ പറഞ്ഞു, പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് മാത്രമേ പരിശോധിക്കാൻ കഴിയുള്ളൂ, കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ MRI ഷാജീസ് MRI തുറന്ന് 7:45 തുറപ്പിച്ച് MRI എടുത്തു. അപ്പോൾ പറഞ്ഞത് ഡിസ്ക് നന്നായിട്ട് ബൾജ് ചെയ്തിട്ടുണ്ട്, കഴുത്തിൻ്റെ എല്ലിന് തേയ്മാനമുണ്ട്, മുട്ടിന് തേയ്മാനമുണ്ട്, പിന്നെ ഡിസ്ക് ബൾജ് ചെയ്തുകൊണ്ട് ആ ഞരമ്പ് തൊടയിൽ കുടുങ്ങിയിരിക്കുക, L5S1 എന്ന് പറഞ്ഞ ഇത് ഞരമ്പിൽ തൊടയിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് അവിടുന്ന് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പാണ്ടിക്കാട് ഒരു 21 ദിവസത്തെ ഉഴിച്ചില് വിജയവൈദ്യൻ്റെ അടുത്ത് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ആ 21 ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ പറ്റ കിടപ്പിലായി. അതായത് ബെഡ് റിഡൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് കുളിപ്പിക്കുക, എല്ലാം ഒരാൾ ചെയ്തു തരുന്ന അവസ്ഥ. നോമ്പായതുകൊണ്ട് നോമ്പ് ഫുള്ളെടുത്തുകൊണ്ട് ആരും 3 നേരം ഭക്ഷണം അതും വായിൽ തരണം. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കാരണം ഇരിക്കാൻ ഒരു തരത്തിലും പറ്റില്ല, ബാക്കി വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരൊറ്റ മലന്ന് കിടപ്പ്, ഈ കിടപ്പിൽ തന്നെയാണ് എനിക്ക് എല്ലാ ഫുഡും തന്നിരുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ 3 മാസം ലോസോപ്പ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ 14 ദിവസം ഉഴിച്ചിൽ നടത്തി. അപ്പം കഷ്ടിച്ച് ഇരിക്കാനായി. പിന്നെ മെല്ലെ ഇങ്ങനെ ചുമരിൽ പിടിച്ച് കുട്ടികൾ നടക്കുന്നത് പോലെ നടക്കുക എന്നുള്ളതായി. അതും കഴിഞ്ഞ് പിന്നെയും ഇതിലൊരു മാറ്റം വരാത്തത് കണ്ടപ്പോഴാണ് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞത്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഓർത്തോ സർജൻ മനോജ് ഡോക്ടർ ഉണ്ട്. അപ്പം ഞാൻ പൊതുവേ അലോപ്പതിക്കും ഇതിനൊക്കെ എതിരെ ഞാൻ ഹോമിയോ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ പോയ എക്സസൈസാണ് കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ പോയപ്പോൾ എന്നെ ഈ 2 ഭാഗത്തും താങ്ങി എടുത്തു കൊണ്ടുപോയ എൻ്റെ അടുത്ത് അയാൾ നേരിട്ട് പറയണത്, നാളെ മുതൽ നിങ്ങൾ 5 കിലോമീറ്റർ നടക്കണം എന്നാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അയാളൊന്ന് കൊടുക്കാനാ തോന്നി, കാരണം 2 ഭാഗത്തും താങ്ങി നിർത്തി എന്നെ കൊണ്ടുപോയിട്ട് പറയുന്നത്. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് ഞാൻ നടക്കേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ റോഡിലൂടെ ഒന്നും നിങ്ങളുടെ നാട്ടിലൂടെ ആൾക്കാരൊന്നും നടക്കുന്നത് കണ്ടിട്ടില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ വടി കുത്തി അതൊന്നും പറ്റില്ല, അല്ലാതെ തന്നെ നടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞാൻ ചുമരിന്മേൽ ഇങ്ങനെ പിടിച്ച് കഷ്ടിച്ച് വീട്ടിലൂടെ അങ്ങനെ പിച്ച വെക്കാൻ തുടങ്ങി. പുറത്തേക്ക് നടക്കാനുള്ള ധൈര്യം, പുറത്തേക്ക് തന്നെ ഇറക്കാനുള്ള ധൈര്യം വീട്ടുകാർക്കും ഇല്ല, നടക്കാനുള്ള ധൈര്യം എനിക്കും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞു. എല്ലാവരും എൻ്റെ വീട്ടിലാണ് ഞാൻ പോയി നിന്നത്. അപ്പോൾ എൻ്റെ മൂത്താപ്പ ഇളാപ്പ എല്ലാവരും വീട്ടുകാർ അടുത്തടുത്താണ്. എല്ലാ 2 സൈഡിലും ഈ 2 ആൾക്കാരിങ്ങനെ നിൽക്കും, ഞാൻ വീഴുകയാണെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഞാൻ ഫസ്റ്റിൽ നടത്താൻ തുടങ്ങിയത്. അങ്ങനെ ഒരാഴ്ച എൻ്റെ മുറ്റത്ത് കൂടെ നടന്നു. പിറ്റത്തെ പ്രാവശ്യം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ മുറ്റത്ത് കൂടെ അല്ലേ നടന്നതെന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറോട്, ഡോക്ടർ എങ്ങനെയാണ് അത് അറിഞ്ഞതെന്ന് ചോദിച്ചു. നിങ്ങൾ പുറത്തു കൂടെ നടന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ കാല് പൊക്കി കഴിഞ്ഞാൽ, അതായത് നമ്മളെങ്ങനെ മലത്തി കിടത്തിയിട്ട് കാലിൻ്റെ പെരുവിരലൊന്നിങ്ങനെ പൊക്കി. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു, ഇത് എന്തായാലും പുറത്തേക്കൂടെ നടന്നിട്ടില്ല, അത് മുറ്റത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സിറ്റ് ഔട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ കാണുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവിടെ കയറും. അത് പോരാ, 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ തന്നെ നടക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം മുതൽ ഞങ്ങളെ പാടത്തുള്ളൊരു റോഡ്, അവിടെ ആകുമ്പോൾ അധികം വണ്ടികളുടെ ശല്യമില്ല, അവിടെ ഞാൻ ഇതേപോലെ 250 മീറ്റർ ആണെന്ന് പറഞ്ഞപ്പോൾ 25 റൗണ്ട് ആദ്യത്തെ ദിവസം തന്നെ അൽഹംദുലില്ലാഹ് എനിക്ക് 10 റൗണ്ട് പൂർത്തിയാക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ 5 കിലോമീറ്റർ നടത്താൻ കഴിഞ്ഞ്
പിറ്റത്തെ പ്രാവശ്യം ചെന്നപ്പോൾ എനിക്ക് 20 പ്രാവശ്യം ഒരു 5 എക്സസൈസ് 20 പ്രാവശ്യം വെച്ച് 100 പ്രാവശ്യം എക്സസൈസാണ് തന്നത്. അത് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള എക്സസൈസാണ് തന്നത്. അന്നാണ് ഞാൻ ഈ എക്സസൈസിൻ്റെ ഗുണം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ 3 മാസം കഴിഞ്ഞ് താഴേക്കോട് വന്നപ്പോൾ എനിക്ക് രാവിലെ നടക്കാൻ പോകാൻ നല്ല നായശല്യവും ഇതുമായിട്ട് നല്ല പേടിയായിരുന്നു. 2-3 ദിവസമൊക്കെ ഹസ്ബൻഡ് GMLP സ്കൂളിലെ ഗ്രൗണ്ടിൽ രാവിലെ കൂട്ടിന് വന്നു. പിന്നെ ഞാൻ തന്നെ മെല്ലെ അങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. മേലേക്കാപ്പറമ്പ് അങ്ങനെ ആ റോഡിൽ പോയിട്ട് ബിഡാത്തി വരെ പോയിട്ട് മടങ്ങി വരാൻ തുടങ്ങി. ആ എക്സസൈസിലും ആ ഇതിലുമാണ് ഇപ്പം നിങ്ങളെ മുന്നിൽ ഇത്രയും നടക്കാം. ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് അറിയാം, എല്ലാ ക്ലാസ്സും എനിക്ക് 3rd ഫ്ലോറിലാണ്. അപ്പോൾ അൽഹംദുലില്ലാ അപ്പം 3 വർഷമായി. പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെൻറ്റിൽ ഹജ്ജിന് കിട്ടിയപ്പോൾ പോയി വന്നേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അത് പിന്നെ അപ്പോഴാണ് നമ്മുടെ മെക്സവൻ താഴേക്കോട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്താണോ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്, ആ സമയത്താണ് നമ്മുടെ മെക്സവൻ താഴേക്കോട് വന്നത്. ആ മെക്സവനിലൂടെ എനിക്കത് എന്നും നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു വൈബ് കിട്ടുന്നുണ്ടാവും അല്ലേ? രാവിലെ എണീറ്റ് നമ്മൾ നിസ്കാരം, സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, മെക്സവൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് പറ്റിയത്. കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും നേരത്തെ എണീക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴാണ് നീക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാനും ഇതൊക്കെ സമയം കിട്ടിയത് മെക്സവൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം എന്തുകൊണ്ടും ആരും ഇത് നിർത്തരുത്. ഒരു ദിവസം പോലും മുടക്കാതെ വരണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ. ഇനി അല്ലാത്ത ആൾക്കാരെയും കൂടെ നമ്മൾ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി.